മരീചിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിവാഹ സംബന്ധമായിട്ട് മിക്ക സ്ഥലങ്ങളിലും പാണിഗ്രഹണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. പാണിഗ്രഹണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ പിടിച്ച് കൊടുക്കുക, ചിലയിടത്ത് വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഈ പാണിഗ്രഹണം ചെയ്യുക എന്ന് പറയുന്നിടത്തൊരു മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പലർക്കും സംസ്കൃതത്തിലായതുകൊണ്ട് അത് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ആ സംസ്കൃത മന്ത്രത്തിൻ്റെ ശരിയായ അർത്ഥം, പുരോഹിതന് ദക്ഷിണ കൊടുക്കുന്നതിനും മുമ്പും താലി, മാല മുതലായവ നമ്മൾ വാങ്ങി വധുവിൻ്റെ ഖണ്ഡത്തിലണിയുന്നതിന് മുമ്പായിട്ടും ഒരു എഗ്രിമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് വധുവിൻ്റെ പിതാവ് രണ്ടുപേരുടെയും കൈകൾ പിടിച്ചുകൊണ്ട്, വരൻ്റെയും വധുവിൻ്റെയും കൈകൾ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ശുഭമായിരിക്കുന്ന ദിവസത്തിൽ ഞാൻ ധർമ്മപ്രജാസമ്പത്തെയും ധർമ്മിഷ്ഠന്മാരായിരിക്കുന്ന ജനങ്ങളെയും സാക്ഷി നിർത്തി ഈ അഗ്നിയെ സാക്ഷി നിർത്തി, ദേവന്മാരെ ഞാൻ സാക്ഷി നിർത്തി, ദേവന്മാരെയൊക്കെ ആവാഹിച്ച് ഈ വിവാഹ വേദിയിൽ യാഗത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദേവന്മാരും ഗുരുക്കന്മാരും പിതൃക്കളെയും ഒക്കെ സാക്ഷി നിർത്തി, ബന്ധുമിത്രാദികളെ സാക്ഷി നിർത്തി, സ്വർണം, പണം മുതലായവ ഞാൻ കൊടുത്ത് സമ്മാനമായി, അല്ലെങ്കിൽ വരന് സമ്മാനമായി കൊടുത്തുകൊണ്ട് കന്യകയായിരിക്കുന്ന എൻ്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരികയാണ്. എന്തിനാണ്? എൻ്റെ കുടുംബം നന്നാകാമെന്നല്ല, മറിച്ച് ഇവളിൽ നല്ല ധർമ്മപ്രജാസമ്പത്തെ ധർമ്മം അറിയുന്നിരിക്കുന്നതായിരിക്കുന്ന പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ ബലിപൂജാദികൾ ചെയ്ത് നിൻ്റെ കുടുംബത്തിൽ ഏകവിംശ കുലോത്താരനായ 21 തലമുറ പിതൃക്കന്മാർ ഉദ്ധരിക്കുക, എഴുന്നേൽപ്പിക്കുക, മോചിപ്പിക്കുക. അപ്പോൾ അങ്ങനെ നിൻ്റെ പിതൃക്കന്മാരെ ഋണമോചനാർത്ഥം കടം വീടുന്നതിനായിട്ട്, അവരുമായിട്ടൊരു കടപ്പാടെന്നൊക്കെ പറയാം, കടം വീടുന്നതിനായിട്ട് എൻ്റെ കനികയായിരിക്കുന്ന മകളിൽ നീ ധർമ്മം അറിയുന്ന രീതി, ധർമ്മത്തിന് അനുഷ്ഠിതമായ പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർ ബലിപൂജാദികൾ ചെയ്ത് നിൻ്റെ കുടുംബത്തിലെ പിതൃക്കന്മാർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമാറാകട്ടെ. കണ്ടോ, ഈ ഒരു എഗ്രിമെൻ്റ് അഗ്നിസാക്ഷിയായി അവിടെ വെച്ച് നമ്മൾ ചെയ്യുകയാണ്. ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും ഗുരുക്കന്മാരെയും ഗുരുജനങ്ങളെയും പിതൃക്കളെയും ഒക്കെ സാക്ഷി നിർത്തി, അഗ്നിയെ സാക്ഷി നിർത്തി നമ്മൾ ഈ ചെയ്യുന്ന മഹൽ സങ്കല്പം, അതിനുശേഷമാണ് മംഗളകർമ്മമായിരിക്കുന്ന വിവാഹം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ കുട്ടികളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. പിതൃപൂജകളോ പിതൃബലികളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അത് പിന്നീട് ശാപതാപങ്ങളായിട്ട്, എന്നുവെച്ചാൽ അവരുമായിട്ട് സങ്കല്പം ചെയ്താണ്, എഗ്രിമെൻ്റ് ചെയ്താണ്. ആ എഗ്രിമെൻ്റ് പാലിക്കാതെ വരുമ്പോൾ പിതൃവിൻ്റെ ശാപവും കോപവും ഉണ്ടാവും. പിതൃക്കന്മാർ തല കീഴായി തൂങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്, മോക്ഷപ്രാപ്തി വന്നില്ലെങ്കിൽ. അപ്പോൾ അതേ അവസ്ഥ എന്തു ചെയ്യും? നമുക്കും ഉണ്ടാകും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇവിടെ രാമായണത്തിലൂടെ നമുക്ക് ശ്രീരാമൻ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത്, എന്തൊക്കെ കർമ്മങ്ങളാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദേവകാര്യവും ഋഷികാര്യവും പിതൃകാര്യവുമാണ്. ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജനനത്തോടു കൂടി അവൻ അനുഷ്ഠിക്കേണ്ട കർമ്മവുമാണ്. അടുത്ത എപ്പിസോഡിൽ ആ കാര്യത്തെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് നമുക്ക് പറയുന്നതാണ്. ഈ ചാനലിൻ്റെ
ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു.